കുറ്റ്യാടിയിൽ SIR ഫോം BLO തെറ്റായി അപ്ലോഡ് ചെയ്തതുമൂലം ഹിയറിംഗ് നോട്ടീസ് ലഭിച്ചവർക്ക് ഹിയറിംഗ് ഒഴിവാക്കി. റവന്യൂ അധികൃതർ വിളിച്ച സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. കുറ്റ്യാടി പഞ്ചായത്തിലെ 106 ബൂത്തിൽ 487 പേർക്കാണ് ഹിയറിംഗിന് നോട്ടീസ് ലഭിച്ചിരുന്നത്. മുഹമ്മദ് അസ്ലം ഉണ്ട് വിവരങ്ങൾ നൽകാനായി. അസ്ലം, മീഡിയ വൺ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ്, അതിലാണ് ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ BLOയുടെ പിഴവ് മൂലം ഹിയറിംഗിന് നോട്ടീസ് ലഭിച്ചവരെ അല്ലാതെ തന്നെ പട്ടികയിൽ ഉൾപ്പെടുത്താനാണോ തീരുമാനം? കുറ്റ്യാടി പഞ്ചായത്തിലെ 106 ബൂത്തിലാണ് BLO SIR ഫോം അപ്ലോഡ് ചെയ്തപ്പോൾ ഒരു പിഴവ്, ഒരു ഓപ്ഷൻ തെറ്റിയുടെ പിഴവ് കാരണം 487 പേർക്ക് ഹിയറിംഗ് നോട്ടീസ് വന്നു. 487 SIR പുറത്താവുന്ന രീതിയിലേക്ക് സാഹചര്യം വന്നു. അത് അവരുടെ ഈ വ്യക്തികളുടെ പിഴവല്ല, BLOയുടെ പിഴവായിരുന്നു. ഇത് വലിയ തോതിലുള്ള മീഡിയ വൺ ഈ വാർത്ത പുറത്തുകൊണ്ടുവരികയും വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെയും BLO പിഴവ് മൂലമുള്ള ഈ SIRലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്ന് റവന്യൂ അധികൃതർ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ ചർച്ചയിലാണ് എല്ലാ രേഖകളും കൃത്യമായി അപ്ലോഡ് ചെയ്തിട്ടുള്ള BLOയുടെ പിഴവ് കൊണ്ട് മാത്രം പ്രശ്നം വന്ന 450 പേർക്കും ഹിയറിംഗ് വേണ്ടതില്ല, അതിലെ ഓപ്ഷൻ മാറ്റി ക്ലിയർ ചെയ്ത് റവന്യൂ അധികൃതർ തന്നെ അവരുടെ SIRലേക്ക് അവരുടെ ലിസ്റ്റിൽ ഉറപ്പുവരുത്തുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ 37 പേർക്ക് രേഖകൾ സബ്മിറ്റ് ചെയ്തതിൽ പ്രശ്നമുണ്ട്, അവർക്ക് മാത്രം ഹിയറിംഗ് ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ബൂത്തിലുണ്ടാകുന്ന പോലെ കുറച്ച് പേർക്ക് മാത്രമേ, 37 പേർക്ക് മാത്രമേ ആ ബൂത്തിൽ ഹിയറിംഗ് നോട്ടീസ് അല്ലെങ്കിൽ ഹിയറിംഗിന് ഹാജരാകേണ്ടിയുള്ള രേഖകളുമായി ഹാജരാകേണ്ടിയുള്ളൂ. മറ്റുള്ള 450 പേർ, അതായത് അപ്ലോഡിങ്ങിന്റെ പ്രശ്നങ്ങൾ മാത്രമല്ല, രേഖകളും കൃത്യമായി സമർപ്പിക്കുകയും അപ്ലോഡിങ്ങിന്റെ പ്രശ്നം കൊണ്ട് മാത്രം SIRന് പുറത്താക്കുകയും ചെയ്ത 450 പേർക്കും ഹിയറിംഗ് ഇല്ലാതെ തന്നെ SIRൽ അതിന്റെ ഫോം അല്ലെങ്കിൽ SIRന്റെ കരട് പട്ടികയിൽ, ഫൈനൽ പട്ടികയിൽ, അന്തിമ പട്ടികയിൽ ഉറപ്പ് വരുത്താം എന്നൊരു തീരുമാനം ഇന്ന് എടുത്തിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ ഇക്കാര്യം ആവശ്യപ്പെട്ടതാണ്. ഇന്ന് റവന്യൂ അധികൃതരും രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അസ്ലം, നോക്കൂ, കുറ്റ്യാടിയിൽ മാത്രമല്ല മറ്റൊരിടത്തും സമാനമായ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. മീഡിയ വൺ തന്നെയാണ് ആ വാർത്തയും കൊടുത്തത്. അപ്പം ഇത് കുറ്റ്യാടിയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്കും ഇതേ തീരുമാനം എടുക്കാനുള്ള സാധ്യതയുണ്ടോ? ഇന്ന് കുറ്റ്യാടിയിലാണ് അവിടുത്തെ റവന്യൂ അധികൃതരും ഈ രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ ഒരു യോഗം ചേർന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്. ചോറോടാണ് മറ്റൊരു സ്ഥലം. ആ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. അവിടെയും ഇതുപോലെ ജില്ലാ കളക്ടർക്ക് നാട്ടുകാരും രാഷ്ട്രീയ പ്രതികളും പരാതി നൽകിയിട്ടുണ്ട്. BLOയുടെ പിഴവ് മൂലമുള്ള പ്രശ്നം പരിഹരിക്കുന്ന ആവശ്യപ്പെട്ടു. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ അവിടെയും അത്തരമുള്ളൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കുറ്റ്യാടിയിലെ പ്രശ്നം ഏറെക്കുറെ പരിഹരിച്ചിരിക്കുന്നു. ഇനി ചോറോട് ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥലങ്ങളിലെ പ്രശ്നം ബാക്കിയാണ്.